വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. അതെ, വിരാട് കോഹ്ലി എന്ന ആ മനുഷ്യൻ അഗ്രസീവായിട്ട് തന്നെയാണ് എപ്പോഴും പെരുമാറുന്നത്. അത്തരത്തിലുള്ള അയാളുടെ ആ ഒരു ആവേശത്തിൻ്റെ പേരിൽ വിമർശിക്കാൻ നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഇന്നത്തെ മത്സരം നിങ്ങളൊന്ന് കാണണമായിരുന്നു. ചേസിംഗ് മാസ്റ്റർ എന്നും ചേസിംഗ് കിങ് എന്നും പേര് എന്നോ അയാൾക്ക് ചേർത്തപ്പെട്ടതാണ്. അത് അയാളുടെ ഈ 36-ാം വയസ്സിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 മത്സരങ്ങളിൽ തുടരെ 0-ന് പുറത്തായിട്ട് സെഞ്ചുറിയോടെ തിരിച്ചു വരാൻ 1000-ൽ ഒരുവനെ കഴിയൂ. ആ 1000-ൽ ഒരുവനാണ് ഒരേ ഒരു രാജാവ്, വിരാട് കോഹ്ലി. ചേസിംഗ് മാസ്റ്റർ മാത്രമല്ല, കരിയറിൽ പിറകോട്ടു പോകുമ്പോൾ തെറ്റുകൾ മനസ്സിലാക്കി ശക്തിയോടെ തിരിച്ചു വരാനും കഴിവുള്ള കളിക്കാരനാണ് അയാൾ. അതെ, അയാളുടെ പേരാണ് വിരാട് കോഹ്ലി. വിമർശകർക്ക് ഇനിയും വിമർശിച്ചു കൊണ്ടേയിരിക്കാം. അയാൾ ഗ്രൗണ്ടിൽ അഗ്രസീവ് ആകുന്നുണ്ടെങ്കിൽ അതിനുള്ള പണി അയാൾ എടുത്തിട്ട് തന്നെയാണ്. എതിരാളികളോട് എപ്പോഴും കയർക്കുന്ന മനുഷ്യനെന്ന് അയാളെ പലരും വിമർശിക്കാറുണ്ട്. പക്ഷേ നല്ലത് കണ്ടാൽ അയാൾ എവിടെയും പ്രശംസിക്കും, അത് ഏതെതിരാളികളായാലും. ഇന്നത്തെ മത്സരത്തിൽ നിങ്ങളൊന്ന് നോക്കൂ. ടിം ഡേവിഡിനെ പുറത്താക്കാൻ മനീഷ് പാണ്ഡെ എടുത്ത ഒരു ക്യാച്ച് അത്യുജ്വലമായിരുന്നു. ഒരു ഡൈവിംഗ് ക്യാച്ച്. ഒറ്റക്കൈയിൽ ആ പന്തൊതുക്കുമ്പോൾ ബൗളറായ കാർത്തിക് ത്യാഗി പോലും തലയിൽ കൈവച്ചു പോയി. ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ പോലും അത്ഭുതം കൂറി. കണ്ടുനിന്ന കോഹ്ലിയും അതിലേറെ അത്ഭുതപ്പെട്ടു. അമ്പയറുടെ പരിശോധനയ്ക്ക് ശേഷം ഔട്ടാണെന്ന് വിധിച്ചപ്പോൾ വിരാട് കോഹ്ലി മനീഷ് പാണ്ഡെക്കടുത്ത് ചെന്ന് പ്രശംസിക്കുന്ന ഒരു രംഗമുണ്ട്. കാരണം ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു അത്യുജ്വല ക്യാച്ച് തന്നെയായിരുന്നു ഇന്ന് മനീഷ് പാണ്ഡെ ടിം ഡേവിഡിനെ പുറത്താക്കാൻ എടുത്ത ആ ഒരു ക്യാച്ച്. അതിനെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ, ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് തന്നെ വിരാട് കോഹ്ലി മനീഷ് പാണ്ഡെക്കരികിലേക്ക് ചെന്നുകൊണ്ട് അയാൾക്ക് കൈ കൊടുത്ത് അയാളെ നെഞ്ചോട് ചേർക്കുന്ന രംഗമുണ്ട്. ഇനിയും അയാളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളെയോർത്ത് സഹതപിക്കാനേ കഴിയുകയുള്ളൂ. ക്രിക്കറ്റിനെ എന്നും നെഞ്ചോട് ചേർത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇന്നത്തെ മത്സരത്തിൽ 60 പന്തിൽ 106 റൺസ് നേടിക്കൊണ്ട് റൺവേട്ടയിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തുന്നതും കഴിഞ്ഞ മത്സരങ്ങളിൽ തുടർച്ചയായി 2 വട്ടം 0-ന് പുറത്തായതിൽ നിന്ന് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുന്നതും ആ തിരിച്ചുവരവിലൂടെ സെഞ്ചുറി നേടിക്കൊണ്ട് ടീമിനെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് നയിക്കുന്നതും കൊൽക്കത്തയ്ക്ക് വേണ്ടി ഇന്ന് ബാറ്റിങ്ങിൽ തിളങ്ങിയത് രഘുവൻഷിയാണ്. 3 സിക്സും 7 ഫോറും അടക്കം 46 പന്തുകളിൽ 71 റൺസായിരുന്നു രഘുവൻഷിയുടെ സമ്പാദ്യം. 2 സിക്സും 3 ഫോറും അടക്കം 29 പന്തുകളിൽ 49 റൺസ് എടുത്ത റിങ്കു സിംഗ് പുറത്താകാതെ നിന്നു. ഇതിനിടയിൽ 24 പന്തുകൾ നേരിട്ട കാമറൂൺ ഗ്രീനിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് 32 റൺസ് മാത്രമായിരുന്നു. ആ ഒരു മെല്ലെപ്പോക്ക് തന്നെയാണ് കൊൽക്കത്തയെ 192-ൽ ഒതുക്കിപ്പോയത്. കോടികൾ വില കൊടുത്തു വാങ്ങിയ താരത്തിൻ്റെ മോശം ഫോം ഇന്നും തുടർന്നു എന്ന് വേണം പറയാൻ. 193 വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ RCBക്ക് തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. ബോർഡിൽ 37 റൺസ് എത്തുമ്പോഴേക്ക് ജേക്കബ് ബത്തേലിന് നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത്. 12 പന്തിൽ 15 റൺസ് മാത്രം എടുത്ത ജേക്കബ് ബത്തേൽ വീണ്ടും നിരാശപ്പെടുത്തി. അവിടെ നിന്നാണ് വിരാട് കോഹ്ലിയും ദേവ്ദത്ത് പടിക്കലും നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നത്. ഒരുപക്ഷെ 9 വിക്കറ്റിൻ്റെ മികവുറ്റ വിജയത്തിലേക്ക് RCB പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ദേവ്ദത്ത് പടിക്കൽ പുറത്താകുന്നത്. 7 ബൗണ്ടറികളോടെ 27 പന്തിൽ 39 റൺസാണ് ദേവ്ദത്ത് പടിക്കൽ ഇന്ന് നേടിയത്. RCBയുടെ എല്ലാ പ്രതീക്ഷകളും ചേസിംഗ് മാസ്റ്റർ വിരാട് കോഹ്ലിയിൽ തന്നെയായിരുന്നു. ആ പ്രതീക്ഷ ഇന്നത്തെ മത്സരത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ കാത്തുസൂക്ഷിക്കുന്നതാണ് വിരാട് കോഹ്ലിയുടെ പ്രകടനത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ദേവ്ദത്ത് പടിക്കൽ പുറത്തായതിനു ശേഷം എത്തിയ ക്യാപ്റ്റൻ രജത് പടിതറിന് കാര്യമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 11 റൺസുമായി അയാൾ പുറത്തായി. പിന്നീടെത്തിയ ടിം ഡേവിഡ് 2 റൺസിനാണ് പുറത്തായത്. നേരത്തെ പറഞ്ഞതുപോലെ മനീഷ് പാണ്ഡെയുടെ ഒരു അത്യത്ഭുത ക്യാച്ച് തന്നെയായിരുന്നു ടിം ഡേവിഡിനെ പുറത്താക്കിയത്. 20-ാം ഓവറിന്റെ ആദ്യ പന്തിലായിരുന്നു RCBയുടെ വിജയം. 5 പന്തുകൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റിന്റെ മികവുറ്റ വിജയവുമായി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയെടുക്കുന്നു. സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിലെ താരവും. KKRന് വേണ്ടി ബൗളിംഗിൽ തിളങ്ങിയത് കാർത്തിക് ത്യാഗിയായിരുന്നു. 3 വിക്കറ്റുകളാണ് ത്യാഗി നേടിയെടുത്തത്. RCBക്ക് വേണ്ടി ബൗളിംഗിൽ മികവ് പുലർത്തിയത് 4 ഓവറിൽ വെറും 34 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റ് നേടിയ ഭുവനേഷ് കുമാർ തന്നെയാണ്. ഇന്നത്തെ വിക്കറ്റ് നേട്ടത്തോടെ ഭുവനേഷ് കുമാർ 22 വിക്കറ്റുമായി വിക്കറ്റ് വേട്ടയിൽ 1-ാം സ്ഥാനം നിലനിർത്തുന്നു. 21 വിക്കറ്റ് നേടിയ റബാദയാണ് തൊട്ടുപിറകിലുള്ളത്. റൊമാരിയോ ഷെപ്പേർഡിന് പകരം RCB ഇന്ന് വെങ്കടേഷ് അയ്യരെയാണ് 11-ൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ RCBക്ക് വേണ്ടി ഫിനിഷ് ചെയ്യേണ്ട സമയത്ത് നിരുത്തരവാദിത്വപരമായി ബാറ്റ് ചെയ്തുകൊണ്ട് RCBയെ മോശം അവസ്ഥയിലേക്ക് നയിച്ച ബാറ്ററായിരുന്നു റൊമാരിയോ ഷെപ്പേർഡ്. അതുകൊണ്ട് തന്നെ അയാളുടെ സ്ഥാനം ഇന്ന് 11-ൽ നിന്ന് തെറിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസിനെതിരെ പോലും RCB പരാജയപ്പെടേണ്ടതായിരുന്നു. അവിടെ രക്ഷക്കെത്തിയത് ഭുവനേഷ് കുമാറിൻ്റെ അവസാന ഓവറിൽ ആ ഒരു 6 തന്നെയായിരുന്നു. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ RCB അന്ന് പരാജയപ്പെടേണ്ടതായിരുന്നു.
അന്നത്തെ അതിന് ഉത്തരവാദി പൂർണ്ണമായും റൊമാരിയോ ഷെപ്പേർഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ പൂർണ്ണമായി അയാളെ ഇലവനിൽ നിന്ന് തന്നെ മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങൾക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.